പാലനാപുരം കോട്ടുകാൽ കോണത്ത് 2 വയസ്സുകാരിയുടെ മരണം കൊലപാതകമെന്ന് പോലീസ്. കുടുംബാംഗങ്ങളെ പോലീസ് ചോദ്യം ചെയ്യുന്നു. ശ്രീതു ശ്രീജിത്ത് ദമ്പതികളുടെ മകൾ 2 വയസ്സുള്ള ദേവേന്ദുവാണ് മരിച്ചത്. കുട്ടിയുടെ അച്ഛൻ, അമ്മ, അമ്മാവൻ, മുത്തശ്ശി എന്നിവരെ പോലീസ് ചോദ്യം ചെയ്യുന്നു. കുഞ്ഞിനെ കാണാതായി എന്ന പരാതിയെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് കിണറ്റിൽ മരിച്ച നിലയിൽ കാണുന്നത്. വീട്ടുകാരുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് പോലീസ് പറയുന്നു. പാലനാപുരം കോട്ടുകാൽ കോണത്ത് നിന്ന് ഈ സംഭവ സ്ഥലത്ത് നിന്ന് ശാലിനി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശാലിനി, ഏറ്റവും പുതിയ വിവരങ്ങളിലേക്കാണ് പോകേണ്ടത്. ഈ കുട്ടിയുടെ ഇൻക്വസ്റ്റ് നടപടികൾ അവസാനിക്കാറായോ? പോലീസ് സീൽ ചെയ്ത വീട് കാണാം. ഒപ്പം പാലനാപുരം പോലീസ് സ്റ്റേഷനിലാണ് ഈ വീട്ടുകാർ ഉള്ളത്. അടിമുടി ദുരൂഹത നാട്ടുകാരും ജനപ്രതിനിധികളും ഇപ്പോൾ പോലീസും വ്യക്തമാക്കുന്ന ഈ സംഭവത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഔദ്യോഗികമായി പോലീസ് നൽകുന്നുണ്ട്, നമ്മുടെ കണ്ടെത്തലിലുണ്ട്? വീണ, ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ തീപിടുത്തമുണ്ടായി എന്ന് പറയപ്പെടുന്നു. അതായത് ഇന്ന് രാവിലെ ഈ വീട്ടിലൊരു തീപിടുത്തമുണ്ടായി. അമ്മാവന്റെ മുറിയിൽ, അതായത് പെൺകുട്ടിയുടെ അമ്മയുടെ സഹോദരന്റെ മുറിയിൽ തീപിടുത്തമുണ്ടായി എന്ന് പറയപ്പെടുന്നുണ്ട്. ആ മുറിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീട് പൂർണ്ണമായും പോലീസ് സീൽ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മൃതദേഹം, ഈ പെൺകുട്ടിയുടെ മൃതദേഹം കിണറ്റിൽ നിന്നും എടുത്തിട്ടുണ്ട്. അതിനുശേഷമുള്ള മറ്റ് ഇൻക്വസ്റ്റ് നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ ജനപ്രതിനിധികളുടെ സാരഥ്യത്തിൽ പോലീസ് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ ഒരു കേസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതീവ ദുഃഖകരമായ വാർത്ത തന്നെയാണ്. സാമ്പത്തിക പ്രശ്നങ്ങളടക്കമുള്ള ഒരു കുടുംബം, അത് അരക്കോടിയിലധികം രൂപയുടെ സാമ്പത്തിക ബാധ്യത നേരിട്ടുകൊണ്ടിരുന്ന ഒരു കുടുംബം, നിലവിൽ വാടക വീട്ടിൽ കഴിഞ്ഞ ഒരു വർഷമായി, ഈ വീട് ഇപ്പോൾ സീൽ ചെയ്തിരിക്കുന്ന ഈ വീട് വാടക വീടാണ്. ഈ വീട്ടിൽ കഴിഞ്ഞ ഒരു വർഷമായി ഈ കുടുംബം താമസിച്ചു വരികയാണ്. നിരന്തരം ഈ വീട്ടിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അത്തരത്തിൽ തമ്മിൽ തല്ലും തർക്കങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. ഏറെ നാളായി ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ശ്രീതു അടക്കമുള്ളവർ പിരിഞ്ഞ് കഴിയുകയായിരുന്നു. ലീഗലി അല്ലെങ്കിൽ നിയമപരമായി ഇവർ ഡിവോഴ്സ് അല്ല, പക്ഷേ മറ്റ് ചില തർക്കങ്ങളുടെ പ്രശ്നങ്ങളുടെയൊക്കെ കാരണത്താൽ ഇരുവരും പിരിഞ്ഞ് താമസിക്കുകയായിരുന്നു. ഇന്നലെ, അതായത് ഈ മരിച്ച 2 വയസ്സുകാരി പെൺകുട്ടിയുടെ മുത്തശ്ശന്റെ 16 ചടങ്ങുകളാണ് നടക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ടൊക്കെ ഈ കുട്ടിയുടെ അച്ഛൻ ഇന്നലെ ഇവിടെ വന്നിരുന്നു. ഇതിനുശേഷവും ചില സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറയപ്പെടുന്നുണ്ട്. ഇതിനുശേഷമാണ് ഇത് പുലർച്ചയോടുകൂടി ഈ പെൺകുട്ടിയെ കാണുന്നില്ല എന്നുള്ള പരാതി പോലീസിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ വീട്ടിൽ നിന്ന് 30 ലക്ഷം രൂപ കളവ് പോയതായൊരു പരാതി ഈ കുടുംബം പാലനാപുരം പോലീസിൽ നൽകിയിട്ടുണ്ട്. ഇതടക്കമുള്ള വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, വലിയ രീതിയിൽ അടിമുടി ദുരൂഹത ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. തുടക്കം മുതൽ തന്നെ ദുരൂഹതകൾ ഉണ്ടായ ഒരു കേസ്, അതിദാരുണമായൊരു കേസ് സംഭവം. അതിൽ ഇപ്പോൾ ഈ മണിക്കൂറിലും, ഈ 10 മണി കഴിഞ്ഞിരിക്കുന്നു, ഈ സമയത്തും ദുരൂഹതകൾ നീങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പാലനാപുരം പോലീസ് സ്റ്റേഷനിൽ 4 പേരെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ, അമ്മ, ഒപ്പം തന്നെ മുത്തശ്ശി, അമ്മാവൻ. ഈ വീട്ടിലുണ്ടായിരുന്ന 4 പേരാണ് ഈ 4 പേർ. ഈ 4 പേരെയും പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. ആദ്യം സഹോദരന്റെ മുറിയിലാണ് കുട്ടി കിടത്തിയത് എന്നാണ് ഇവർ പറഞ്ഞിരുന്നത്. പിന്നീട് പോലീസ് ചോദിച്ചപ്പോൾ അമ്മയുടെ കൂടെയാണ് ഈ കുട്ടി ഉറങ്ങിയത് എന്നുള്ള ഒരു കാര്യം പുറത്തു വന്നു. ഇത് അല്പസമയം മുമ്പ് ജനം ടിവിയോട് പ്രതികരിച്ച പ്രദേശവാസി അടക്കമുള്ളവരും പറഞ്ഞതാണ്. അത് തന്നെയാണ് പോലീസിനുണ്ടായിട്ടുള്ള ഈ മൊഴികളുടെ വൈരുദ്ധ്യം, ചോദ്യം ചെയ്യലിലെ വൈരുദ്ധ്യം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കുടുംബത്തിനകത്ത് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. 30 ലക്ഷം കാണാൻ ഇല്ലെന്ന് കഴിഞ്ഞ ദിവസം വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയതും പോലീസ് ഗൗരവമായി അന്വേഷിക്കുകയാണ്. ഒപ്പം തന്നെ ഈ കുടുംബത്തിൽ ഒരാൾക്ക് മാനസിക പ്രശ്നമുണ്ട് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഇത് നടന്നത് പൂർണ്ണമായും കൊലപാതകമാണ് എന്നുള്ളൊരു ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്കാണ് പോലീസ് ഈ ഘട്ടത്തിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ആരാണ് ഈ കൃത്യം നിർവഹിച്ചത് എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. ഫോറൻസിക് വിദഗ്ധർ ഇവിടെയുണ്ട്, ഒപ്പം തന്നെ ഫിംഗർ പ്രിന്റ് വിദഗ്ധർ അടക്കമുള്ളവർ ഇവിടെയുണ്ട്. ഇവരടക്കമുള്ള രേഖകൾ, വിശദാംശങ്ങൾ ശേഖരിച്ചുകൊണ്ടുള്ളൊരു അന്വേഷണത്തിലേക്കാണ് പോലീസ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ഇൻക്വസ്റ്റ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കും. 2 വയസ്സുകാരി കുഞ്ഞാണ്. സ്വാഭാവികമായും ഏറ്റവും ദാരുണമായ ഒരു സംഭവമാണ്. ഇന്നലെ ഈ സമയത്തൊക്കെ ആ കുഞ്ഞ് ഇവിടെ ഓടിക്കളിച്ച് നടന്ന കുട്ടിയാണ്. അപ്പോൾ മറ്റൊരാൾ ഇവിടെ എത്തി ഈ പ്രശ്നമുണ്ടാക്കാനോ അല്ലെങ്കിൽ ഈ കൃത്യം നിർവഹിക്കാനോ അല്ലെങ്കിൽ കുട്ടിയെ ഇവിടെ നിന്നും എടുത്ത് കിണറ്റിലിടാനോ ഉള്ള സാധ്യതകൾ ഉണ്ടാകില്ല എന്നുള്ള തന്നെ സ്ഥിരീകരണത്തിലേക്കാണ് പോലീസ് ഈ ഘട്ടത്തിൽ കടന്നിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു അന്വേഷണം, അത് കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് ഈ ഘട്ടത്തിൽ പോലീസ് നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ ഒരു ഭാഗത്ത് തുടരുന്നു, മറുഭാഗത്ത് അച്ഛൻ, അമ്മ, സഹോദരൻ, ഒപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ അമ്മ, ഇവരടക്കമുള്ള 4 പേരെ പാലനാപുരം പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ നമുക്കിനി വ്യക്തമായി
പുറത്തേക്ക് വരേണ്ടിയിരിക്കുന്നു. കാരണം അത്രയധികം ദുരൂഹതകൾ നീങ്ങേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ ആദ്യഘട്ടങ്ങളിൽ കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞ് പരിസരത്തൊക്കെ പോലീസും കുടുംബവും ഫയർഫോഴ്സും ഒക്കെ അന്വേഷണം നടത്തുമ്പോഴും ഈ കിണറ്റിനകത്ത് ഒരു തുണി കിടക്കുന്നത് പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആ തുണി എന്താണ് ആ കിണറ്റിൽ വന്നത് എന്നുള്ള സംശയങ്ങൾ ഉയരുന്നു. ആ സംശയ ദൂരീകരണത്തിന്റെ ഭാഗമായിട്ട് തുണി മാറ്റുമ്പോഴാണ് പെൺകുട്ടിയുടെ മൃതദേഹം അതിനകത്ത് ഉണ്ട് എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുകയും ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും അതിദാരുണമായൊരു സംഭവം. അതിൽ മാനസിക പ്രശ്നമുള്ളത് ഈ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് തന്നെയാണോ എന്നുള്ളൊരു സ്ഥിരീകരണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില അവ്യക്തമായ സൂചനകൾ ഈ സമീപവാസികൾ നൽകുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അതടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത നൽകേണ്ടത് പോലീസാണ്. പരിശോധനയിലാണ് കൃത്യത വരുത്തേണ്ടത്. എന്തായാലും അത്തരത്തിലൊരു അന്വേഷണം ഈ ഘട്ടത്തിൽ തുടരുകയാണ്. പോലീസിന്റെ ഇൻക്വസ്റ്റ് നടപടികളും ഇവിടെ വീടിനോട് ചേർന്നുള്ള ഈ കുട്ടിയെ കണ്ടെത്തിയ കിണറ്റിന് സമീപത്ത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയുമാണ് വീണ.